ജലിൽ യുവതികൾ വസ്ത്രം മാറുന്നത് ചിത്രം പകർത്തി പണം ചോദിച്ച് ഭീഷണി. കിട്ടാതെ വന്നപ്പോൾ ചിത്രം അശ്ലീല സൈറ്റിലിട്ടു. യുവതി അറസ്റ്റിൽ. ഈ സംഭവം കാണുമ്പോൾ കോളേജുമാരിലൊരു സീൻ ഓർക്കണ്ടോ? അതിനകത്ത് സിദ്ദീഖിൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ റൂം തള്ളിപ്പിടിച്ച് കയറി ചെന്ന് അപ്പോൾ വേറൊരു പെണ്ണുണ്ടായിരുന്നു ഇത്. അപ്പോൾ ആ പെണ്ണോട് പറയണ വേറൊരു ഇതുപോലെ ഹോസ്റ്റലിൽ തന്നെയാണ് ആ പെൺകുട്ടികളെ കണ്ട് ഫോട്ടോ എടുത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേറെ ഒരാൾ കൂടെയുണ്ട്, വേറൊരു ഈ പെൺകുട്ടികളല്ല, ഒരു പ്രായമുള്ളൊരു ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്: എല്ലാ പെൺവാണിഭ കേസുകളിലും ആണുങ്ങൾ മാത്രമായിരിക്കില്ല പ്രതി, നിന്നെപ്പോലൊരു പെണ്ണും കാണും. അത് തന്നെയായിരിക്കും ഇവിടെ പറയാനുള്ളത്. എല്ലാത്തിലും ആണുങ്ങൾ മാത്രമല്ല കുറ്റക്കാര്, ഇതുപോലൊരു പെണ്ണും കാണും. സ്വന്തം എന്തിനാ മറ്റുള്ളവൻ്റെ ഇതൊക്കെ എടുത്ത്? എന്തോ പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേർ അത് പ്രതീക്ഷയോടെ പഠിക്കാൻ വന്നേ. നഗ്നചിത്രം എടുത്തത് സ്വന്തമായിട്ട് നഗ്നചിത്രം എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് നല്ല കാശ് കിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കുന്നുണ്ട്. എന്തിനാ തരുമ്പോൾ കണ്ടവരുടെയൊക്കെ കാര്യം എടുക്കാൻ പോയത്? ഈ നിങ്ങൾക്കുള്ള അതേ സാധനം തന്നെയല്ലേ പെൺപിള്ളേർക്കുള്ളൂ, മറ്റുള്ളവർക്കുള്ളൂ, പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. മാരിയുള്ള സാധനം എല്ലാവരും അതെ, എപ്പോഴും ആണുങ്ങളെ കുറ്റം പറയണേ. പക്ഷേ ഇതുപോലുള്ളൊരു സാധനങ്ങൾ എവിടെയും കാണും. പെണ്ണിൻ്റെ നാശം പെണ്ണ് തന്നെയെന്നൊക്കെ പറയുന്ന പോലെ. സത്യം, അത് പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ഈ രീതിയിലും അധികം ചതിക്കപ്പെടുന്ന ഈ പെണ്ണുങ്ങൾ പോലെ തന്നെയായിരിക്കും ചതിക്കപ്പെടുന്നത്. അത് സ്വകാര്യ ഇത് അവരൊക്കെ പഠിച്ച് എന്ത് വിശ്വാസത്തിലായിരിക്കും അവർ? ആരെ വിശ്വസിക്കും? ഇവളൊക്കെ പിടിച്ച്